റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയാകും. കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കും. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 22-ന് പ്രഖ്യാപിക്കും. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും മണലൂരിൽ ടി.എൻ. പ്രതാപനും സ്ഥാനാർത്ഥികളാകും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം മുല്ലപ്പള്ളി തള്ളിയില്ല. എല്ലാ ജനങ്ങൾക്കും താൻ സുപരിചിതനാണെന്നായിരുന്നു റിപ്പോർട്ടറിനോടുള്ള മുല്ലപ്പള്ളിയുടെ പ്രതികരണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്, ഹൈക്കമാൻഡ്. അന്തിമമായിട്ട് ഞാൻ യെസ് ഓർ നോ എന്ന് ആരോടും ഇവർ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ഹൈക്കമാൻഡ് എന്നോട് നിർദ്ദേശിച്ച സമയത്ത് തന്നെ ആ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല. അസംബ്ലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 140 കോൺസ്റ്റിറ്റ്യൂൻസിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഐ വിൽ ഹാവ് ടു റൺ അറൗണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് അത് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും. ഇത്തവണയും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും. പാർട്ടിക്ക് തീർച്ചയായിട്ടും ഒരു അനിവാര്യമായ ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടിയോടൊപ്പം എല്ലാ കാലത്തും നിന്നൊരാളെന്ന രൂപത്തിൽ പാർട്ടിക്ക് അനിവാര്യമാണെങ്കിൽ വിശദാംശങ്ങളുമായി ചേരുന്നത് റോഷിപാൽ. സ്ഥാനാർത്ഥിത്വ സാധ്യത തള്ളുന്നില്ല മുല്ലപ്പള്ളി നമ്മളോട് സംസാരിക്കുമ്പോൾ. ഇപ്പോഴത്തെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ തന്നെ വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സണ്ണി ജോസഫ് ദില്ലിയിൽ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനിത, നിർണായക ചർച്ചയാണ് ദില്ലിയിൽ നടക്കുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമാണ് മധുസൂദൻ മിസ്ത്രിയൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകളിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സിറ്റിംഗ് സീറ്റുകളടക്കം ഒറ്റപ്പേരുകളിലെത്തിയ സീറ്റുകൾ ഇതാണ് പ്രഖ്യാപിക്കുക. അതിൽ സുനിൽ കനകോലുവിന്റെ സർവേ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം. പരമാവധി സീറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് ഉള്ള മണ്ഡലങ്ങൾ. അതിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വീണ്ടും ജനവിധി തേടും. അതിനൊപ്പം മണലൂരിൽ ടി.എൻ. പ്രതാപൻ, കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അങ്ങനെ 4 പേരുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് അത് അന്തിമമായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 22-നോ 23-നോ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.